ഈ മനുഷ്യ ജന്മം ഭൂമിയിൽ വന്നത് മുതൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോസിറ്റീവ്, നെഗറ്റീവ്, സമ്മർദ്ദങ്ങള്, പിന്നെ സ്വപ്നങ്ങള്, യാഥാർത്ഥ്യങ്ങൾ, അങ്ങനെ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി പലപ്പോഴും നമ്മുടെ കൂടെ പലതും സഞ്ചരിക്കുകയാണ്. ഇവിടെ ആദിമ മനുഷ്യന് കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അവൻ പറിച്ചു കഴിക്കുന്ന കനികളിൽ ഏതൊക്കെ വിഷമുണ്ട്, ഏതൊക്കെ കഴിക്കാൻ യോഗ്യമായ സാധനമുണ്ടെന്ന് പോലും സംശയം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ പറയുന്ന ഈ മയക്കുമരുന്നുകളൊക്കെ പലതും ഭൂമിയിൽ നിന്ന്, മണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ് പലതും. പക്ഷെ അത് തിരിച്ചറിയാനുള്ള ബുദ്ധി പ്രകൃതിയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ദൈവമെന്നോ എന്താണോ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് വിളിച്ചാലും ആ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുക. അതോടൊപ്പം ഈ പറഞ്ഞതുപോലെ നേരത്തെ സമീർ ഭായി പറഞ്ഞതുപോലെ ഇത് വഴിതെറ്റി ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സമൂഹം ഉണ്ടാകുമ്പോൾ തന്നെ ഇതിനെ കച്ചവടം ചെയ്യുന്ന മറ്റൊരു പ്രബലമായ വിഭാഗമുണ്ട്. അവർ വളരെ വ്യക്തമായിട്ടുള്ള റിസർച്ചോടുകൂടി ഏത് പ്രായത്തിലുള്ള കുട്ടികളെ ഏതൊക്കെ സാഹചര്യത്തിൽ സ്വാധീനിക്കാൻ പറ്റും എന്നൊക്കെ ഒരു ബിസിനസ്സിന് വേണ്ട എല്ലാതരം അനാലിസിസും നടത്തിക്കൊണ്ട്, വളരെ റിസർച്ചൊക്കെ നടത്തിക്കൊണ്ടാണ് ഇവർ ഇതിനുള്ള വഴികൾ കണ്ടെത്തുന്നത്. അങ്ങനെയാണ് ഒരു സ്കൂളുകളിലും നമ്മൾ പറയില്ല, നല്ല കാര്യം കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കണം എന്ന് പറയുന്ന പോലെ ഇതിന് അടിമകളാക്കുന്നതും ചെറുപ്പത്തിലെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള വളരെ സംഘടിതമായ ഒരു സംവിധാനമുണ്ട്. അപ്പൊ അതിനെയും കൂടി അതിജീവിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ പോകാൻ പറ്റുള്ളൂ. ഇല്ല, വളരെ ശരിയാണ് സീസ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ മിസ്റ്റർ സമീറിന്റെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ കുടുംബാന്തരീക്ഷത്തെ പറ്റി പറയുകയാണ്. അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഓർക്കുന്ന ഒരു കാര്യം, ഇപ്പോ നമ്മുടെ കുട്ടികൾക്ക് പഴയ ഒരു കുടുംബാന്തരീക്ഷം കൊടുക്കാൻ കഴിയാതെ പോകുന്നതിന്റെ ഒരു ഉത്തരവാദിത്വം മുഴുവനായി രക്ഷിതാക്കളുടേതല്ല. മാറിയ ജീവിത സാഹചര്യങ്ങളിൽ കൂട്ടുകുടുംബങ്ങളിലെ ഒരു നോട്ടം ഇപ്പൊ പുതിയ കുട്ടികൾക്ക് കിട്ടാറില്ല. അടുത്ത വീടുകളിലായാലും അയൽവക്കക്കാരായാലും സമൂഹമാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ അത് പണ്ട് ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളോട് ചൂണ്ടിക്കാണിക്കുന്ന പോലെയോ, അല്ലെങ്കിൽ ഒരുപക്ഷെ കുട്ടികളെ തന്നെ വിളിച്ച് ഉപദേശിക്കുകയോ ആവശ്യമായ ഒരു ഗൈഡൻസ് കൊടുക്കുകയോ ചെയ്യുന്ന ഒരു മാനസിക പക്വതയോ വിശാല മനസ്കതയോ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോ നമ്മുടെ ജനസമൂഹത്തിനുണ്ടെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല, വീടുകളില് നമ്മൾ അവരെ വളരെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാക്കുകയാണ് ചെയ്യുന്നത്. കാരണം വീട്ടിലെ കാര്യങ്ങളിൽ ഇപ്പോ വീട്ടുകാരെക്കാളും അച്ഛനേക്കാളും അമ്മയെക്കാളും ഒക്കെ ഒരു VIP ആകുന്നത് മിക്കവാറും കുട്ടികളാണ്. അവരുടെ ഒരു സ്പേസിനെ പറ്റിയുള്ള ആവശ്യമോ അനാവശ്യമോ ആയ ഒരുപാട് ചിന്തകൾ അവർക്കുണ്ട്. നമുക്കൊന്നും മനസ്സിലാകാത്ത ചില സ്പേസ് റിക്വയർമെന്റ്സ് കുട്ടികളുടെ ഭാഗത്തു നിന്ന് വരാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ പിയർ ഗ്രൂപ്പ് കൂടെയുള്ള കുട്ടികളുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഒരു പക്ഷേ അച്ഛനമ്മമാര് പറഞ്ഞു കൊടുക്കുന്നതിനാൽ കൂടുതൽ അവർക്ക് സ്വീകാര്യത ഏറുന്നതും. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ വിമുക്തി മിഷൻ പോലെയുള്ള വളരെ സജീവമായ ഒരു പദ്ധതിയില് എന്തുകൊണ്ട് നമ്മുടെ പാഠ്യപദ്ധതിയിൽ സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ കൗമാരക്കാരായ കുട്ടികളിലേക്കാണ് പെട്ടെന്ന് ഇത്തരം ചിന്തകളും കടന്നുകൂടുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മുടെ പാഠ്യപദ്ധതികളിൽ എവിടെയെങ്കിലും ഈ ലഹരിയുടെ പ്രശ്നങ്ങളും ഒരു പക്ഷേ വർത്തമാനകാല സാഹചര്യത്തിൽ കൗമാരക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഒരു പക്ഷേ അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ സാധാരണ ഇതിനെക്കുറിച്ച് പലരും സംസാരിക്കാറുണ്ട്, നമ്മുടെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോ 1950 കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ ശരാശരി ലഹരി വസ്തു ഉപയോഗിക്കുന്ന പ്രായം 28 വയസ്സായിരുന്നു. നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അത് 12 വയസ്സിലേക്ക് എത്തിയിരിക്കുന്നു. 12 വയസ്സ് എന്ന് പറയുമ്പോൾ സ്നേഹത്തോടുകൂടി അച്ഛനും അമ്മയും വാരിയെടുത്ത് മടിയിലിരുത്തുന്ന 5ാം ക്ലാസ്സുകാരനോ 6ാം ക്ലാസ്സുകാരനുമാണ്. അവന്റെ ചിന്തകളെ പോലും അവന്റെ ചിന്തകൾ ക്കുന്ന രീതിയിലേക്ക് ഈ നീരാളി പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും അറിഞ്ഞോ അറിയാതെയോ ലഹരിയുടെ മഹാകയങ്ങളിലേക്ക് വീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലൂടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത്തരം ഒരു വേളയിലാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ സജീവമായിട്ട് നമ്മളൊക്കെ പറയാറുണ്ട്. അവന്റെ വിദ്യാലയങ്ങളിൽ അവൻ പഠിക്കേണ്ട പാഠങ്ങളിൽ, ആ പാഠപുസ്തകങ്ങളിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ എവിടെയെങ്കിലും കഥകളിലൂടെയോ കവിതകളിലൂടെയോ കാര്യങ്ങൾ കുഞ്ഞു മനസ്സിലാവുമ്പോൾ കഥകളിലൂടെയോ കവിതകളിലൂടെയോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി യഥാർത്ഥ ലഹരിയെ നുണയുവാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ഇന്ന് എല്ലാ സ്കൂളുകളിലും എക്സൈസിന്റെ വിമുക്തി ക്ലബ്ബുകളുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഓരോ പീരീഡ് ക്ലാസ്സുകൾ ഉണ്ടാവും.
അതൊന്നും ഇടപെട്ടുണ്ടാവും. നമ്മൾ ഒരു സ്കൂളിൽ ഒരിക്കൽ മാത്രമല്ല, NSS, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡൻസ്, അതുപോലെ ഒരുപാട് സ്കൂളുകളിൽ തന്നെ വിദ്യാർത്ഥികൾ തന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ സാമൂഹിക ഉത്തരവാദിത്വം ഊട്ടിയുറപ്പിക്കുന്ന ഇത്തരം വളണ്ടിയർമാരുമായി ചേർന്നുകൊണ്ട് നമ്മളും അവരോടൊപ്പം ചേർന്നുകൊണ്ട് അവിടെ രക്ഷിതാക്കന്മാരടക്കം ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തി വരികയാണ് ഇപ്പോൾ. അങ്ങനെ സ്കൂളിന്റെ ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ നിലവിൽ പാഠ്യപദ്ധതിയിൽ ഇത് വന്നിട്ടില്ലെങ്കിലും ആ ക്യാമ്പസിനുള്ളിൽ എക്സൈസിന്റെ സജീവ സാന്നിധ്യത്തിലൂടെ ഈ പറയുന്ന വേളകളിലൊക്കെ അവിടെ ഗൃഹസന്ദർശനം, ലഹരിയുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് തന്നെ ഞങ്ങൾ ലഘുലേഖ വിതരണം നടത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവർ തന്നെ ഒരുപക്ഷെ ആകർഷിച്ചു പോകുന്ന ആ പ്രായത്തിലെ കൗമാരക്കാരെ തന്നെ അതിന്റെ ചെയർമാനും ജോയിന്റ് ചെയർമാനും കൺവീനറും ഒക്കെ ആക്കിക്കൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും നമ്മുടെ മക്കളെ. അവർ കൊണ്ടു നടക്കും ഗാന്ധിജിയുടെ ആശയങ്ങളും ചാച്ചാജിയുടെ ആശയങ്ങളും പഞ്ചവത്സര പദ്ധതിയുടെ പ്രാധാന്യങ്ങളും കാർഷിക മേഖലയെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും നാടിനെക്കുറിച്ചും നാടിന്റെ സ്പന്ദനങ്ങളെക്കുറിച്ചും വാദോരാതെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ കുഞ്ഞു മനസ്സിലേക്ക് ഞാൻ പലപ്പോഴും ഈ നെഗറ്റീവ് ലഹരികളേക്കാൾ കൂടുതൽ പറയുന്നത് അവർക്ക് പോസിറ്റീവ് ലഹരികളെ കുറിച്ച് പറഞ്ഞ് നമ്മൾ അവിടെ ചിന്തകളിലേക്ക് അങ്ങ് കുടിയേറും. പിന്നെ നെഗറ്റീവ് ചിന്താഗതികൾ അവിടെ മനസ്സിലേക്ക് ഇല്ലാതിരിക്കണം. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരും കാലങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും പാഠപുസ്തകത്തിൽ പാഠഭാഗങ്ങളിൽ കുഞ്ഞു ക്ലാസ്സുകളിലും ഹൈസ്കൂളിലും +2 ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗം എന്തായാലും വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരു സമൂഹത്തിന്റെ വികസനം എന്ന് പറയുന്നത് ഇന്ത്യൻ യുവത്വത്തെ ഏത് രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നതിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഈ യുവത്വമാണ് നാളെ നാടിനെ നയിക്കേണ്ടത്. തെറ്റ് കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള പ്രതികരണ ശേഷിയുള്ള യുവത്വം നമുക്ക് വേണം. നേരിനെ നേരായും തിന്മയെ തിന്മയെ മനസ്സിലാക്കി നിയമത്തെ അംഗീകരിക്കുന്ന, സാമൂഹിക ഉത്തരവാദിത്വം ഊട്ടിയുറപ്പിക്കുന്ന, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കണമെങ്കിൽ മാഡം സൂചിപ്പിച്ചതുപോലെ പാഠപുസ്തകങ്ങളിലൂടെ അവന്റെ പാഠഭാഗങ്ങളിലൂടെ ഇത് വെറുതെ മാർക്കിന് വേണ്ടി മാത്രം പഠിക്കുന്നതല്ല, ജീവിതമാണ്. പച്ചയായ ജീവിതത്തിലേക്കുള്ള മാർക്കാണ് യഥാർത്ഥത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അവരോട് പറയാറുണ്ട്. ഹിസ്റ്ററിയിൽ കിട്ടുന്ന മാർക്ക് പോലെ ഇതിന് ഓൺ ദ സ്പോട്ട് പേപ്പറിൽ നിനക്ക് മാർക്ക് കിട്ടില്ലെങ്കിലും നാളെ ജീവിതത്തിലേക്കുള്ള ഒരു വലിയ മാർക്കാണ്. ആകാശത്തിലെ പട്ടങ്ങളെ പോലെ പാറി പാറി നടക്കുന്ന, ഞാൻ പറയാറുള്ളവരോട്, നമ്മൾ പണ്ട് വർണ്ണമനോഹരമായ കളർ പേപ്പറിൽ പട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് കുന്നിൻ പുറത്തു പോയി പട്ടങ്ങൾ ഇങ്ങനെ പറത്തിക്കും. ആകാശത്തിന്റെ അനന്ത വിഹായസിലേക്ക് ഉയർന്നു പറക്കുന്ന പട്ടങ്ങളെ നോക്കി വല്ലാത്ത സന്തോഷം ഉണ്ടാവും. പക്ഷേ നൂല് പൊട്ടിക്കഴിഞ്ഞാൽ പട്ടം നേരെ കുത്തനെ താഴോട്ടേക്ക് വരും. പട്ടം പതിച്ച് ഏതെങ്കിലും വീട്ടിന്റെ ടെറസിലോ ചുമരിലോ പതിക്കുന്ന പട്ടത്തെ എടുത്ത് ഞാനും നിങ്ങൾക്ക് ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ ആ പട്ടത്തിന്റെ നൂലും വാലും ഒക്കെ പൊട്ടിപ്പോയതാലോചിച്ച് നമ്മൾ സങ്കടപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ ആ പട്ടങ്ങളാണ് നമ്മുടെ കൗമാരങ്ങൾ എന്ന് പറയുന്നത്. ആകാശത്തിലേക്ക് പാറി പാറി നടക്കാൻ വെമ്പൽ കൊള്ളുന്ന മനസ്സിന്റെ പ്രായം, ജിജ്ഞാസയുള്ള പ്രായം, എന്തുമറിയാൻ ആവേശമുള്ള പ്രായം. അവിടെയാണ് അവന്റെ ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്ന ഭവനത്തിൽ നിന്നും രക്ഷിതാക്കന്മാരുടെ ഭാഗത്തു നിന്നും നിതാന്ത ജാഗ്രതയോടുകൂടിയുള്ള മാനസികമായ അടുപ്പം അവന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അവന്റെ ക്യാമ്പസുകളിലേക്ക് PTA മീറ്റിംഗിൽ രക്ഷിതാക്കളുടെ സാന്നിധ്യം ഉണ്ടാക്കാൻ സാധിക്കണം. എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും എനിക്ക് കിട്ടുന്ന അതേ സ്നേഹം എന്റെ ക്യാമ്പസിലും എന്റെ അമ്മയും അച്ഛനും ഉണ്ട് എന്ന ചിന്ത അവന്റെ മനസ്സിനുള്ളിലേക്ക് കൊള്ളിയിട്ട് എന്റെ മെന്റർ, എന്റെ സന്തോഷം, എന്റെ സങ്കടം ഇതൊക്കെ കേൾക്കാൻ മികച്ച ശ്രോതാവായിട്ട് എന്റെ അമ്മയുണ്ട്, എന്റെ അച്ഛനുണ്ട്. മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ സാരമില്ല, 2ാം സ്ഥാനം കിട്ടിയപ്പോൾ സാരമില്ല, 2ാം സ്ഥാനം കിട്ടിയല്ലോ എന്റെ മോന്, ഇനി അടുത്തത് 1ാം സ്ഥാനം വാങ്ങല്ലോ എന്ന് പറയുന്ന അമ്മയും അച്ഛനും. 3ാം സ്ഥാനം കിട്ടിയപ്പോ 3ാം സ്ഥാനം കിട്ടിയല്ലോ എന്റെ മകന്, അടുത്ത 2ഉം 1ലേക്കും പോവല്ലോ എന്ന് പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷിതാക്കന്മാരുടെ പോസിറ്റീവ് ചിന്താഗതികളൊക്കെ കുഞ്ഞു മനസ്സിൻ്റെ ഉള്ളിൽ വിത്തുപാകും. അമ്മ എന്ന ലഹരി, അച്ഛൻ എന്ന ലഹരി, സൊസൈറ്റി എന്ന ലഹരി. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പാഠപുസ്തകത്തിന്റെ ഭാഗങ്ങളിലൂടെ ഇത്തരം ചിന്താഗതികൾ അവന്റെ മനസ്സിലേക്ക് കൊണ്ടുവരികയും, മറിച്ച് നെഗറ്റീവ് നമ്മൾ ഈ പറയുന്ന പാൻ മസാല ഉൽപ്പന്നങ്ങളും ബീഡി ആയാലും സിഗരറ്റ് ആയിക്കഴിഞ്ഞാലും മയക്കുമരുന്നായി കഴിഞ്ഞാലും സിന്തറ്റിക് ഡ്രഗ്സ്, ഇപ്പൊ നമ്മൾ MDMA എന്നൊക്കെ, MD എന്നൊക്കെ പറയും, ഡോക്ടർ പേരാ പ്രദീപ് കുമാർ MD എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് വരെ കഴിഞ്ഞ കാലങ്ങളിൽ കൊച്ചിയിലൊക്കെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വർത്തമാന പത്രത്തിൽ ഇപ്പോഴും വാർത്തയാണ്. അപ്പൊ ഇത്തരം മേഖലകളിൽ നിന്നും കുട്ടികളെ ആകർഷിക്കാതെ അവന്റെ ചിന്തകളെ താലോലിച്ചുകൊണ്ട് അവന്റെ അമ്മയുടെയും അച്ഛന്റെയും കുടുംബത്തിന്റെയും കൈകളിലേക്ക് ഏൽപ്പിക്കണമെങ്കിൽ ഒരുപക്ഷെ മേഡം പറഞ്ഞതുപോലെ പാഠപുസ്തകങ്ങളിൽ അവൻ പഠിക്കട്ടെ, യഥാർത്ഥ ലഹരി അവൻ നുണയട്ടെ, ജീവിതത്തിൽ അവൻ പ്രാവർത്തികമാക്കട്ടെ.
തീർച്ചയായിട്ടും ഇതിന്റെ ശബ്ദങ്ങളൊക്കെ നമ്മുടെ സംസാരത്തിലൂടെയാണ്. നമ്മൾ സംസാരിക്കുന്ന ഈ ശബ്ദമാണ് ഇന്ന് സംഗീതമേ ജീവിതം കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിന്റെ ശ്രോതാക്കളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ അവരുടെ ഘാതങ്ങളിലേക്ക് ഈ ശബ്ദം എത്തുകയും അവരുടെ ഉള്ളിലും ഇതിനെക്കുറിച്ചുള്ള ഒരു ഉൾവിളി ഉണ്ടാവുകയും ആ ഉൾവിളി നമ്മുടെ നിയമസഭയിലും പാർലമെന്റിൽ എത്തിക്കൊണ്ട് തീർച്ചയായിട്ടും അത്തരമൊരു സാഹചര്യത്തിലേക്ക് വരട്ടെ എന്ന് നമുക്ക് മനസ്സുരുക്കി പ്രാർത്ഥിക്കാം.